അപ്പം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കണ്ടെത്തുന്നവരായി മാറും. ജോലിക്കാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താൻ ഒരിക്കലും അത് ചെയ്യാനാകത്തില്ല. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ PSC ടെസ്റ്റൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കും. തൊഴിലിലെ പടയിലോട്ടാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര സന്തോഷിക്കും. അപ്പോഴും ജോലിക്കാർ തന്നെയാണ്. പരമാവധി നിങ്ങൾക്ക് ബ്രോയിലർ ചിക്കൻ്റെ നിലവാരം ഉണ്ടാവും. ഭക്ഷണമൊക്കെ കിട്ടും, മുട്ടയിട്ടുകൊണ്ടിരിക്കേണ്ടി വരും, ഒരടിക്കകത്ത് ജീവിക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ IT ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്നവന് ഞാനൊരു IT പ്രൊഫഷണലാണ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്രോയിലർ ചിക്കനാണ്. ഞാൻ കുറച്ച് നല്ല സാധനമൊക്കെ കിട്ടിയിട്ടുള്ള ബ്രോയിലർ ചിക്കനെയാണ് നമ്മൾ IT-ക്കാരെന്ന് പറയുന്നത്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാലയിലെ ചങ്ങല സ്വർണം കൊണ്ടതാണ്, നിങ്ങളുടെ ചങ്ങല വെള്ളിയാണ്, മറ്റവൻ്റെ ഇതാണ്. അങ്ങനത്തെ വ്യത്യാസത്തിലാണ് നമ്മളിപ്പോൾ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത്. എൻ്റെ ചങ്ങല, എൻ്റെ കൂട് എന്ന് പറയുന്നത് സ്വർണം കൊണ്ടാണ് എന്ന് പറയുന്ന തരത്തിലല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് നമുക്ക് സ്വയം നിർണ്ണയിക്കാൻ കഴിയുന്നവരായി മാറ്റുന്നതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കൂലിക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്നതിനെ വിദ്യാഭ്യാസമായിട്ട് തെറ്റിദ്ധരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ്. അതിനകത്ത് ആകെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രൊഫഷണൽ എന്ന് പറയുന്ന 2 മേഖല വന്നിട്ട്, അധ്യാപകരും അല്ല, എൻജിനീയറും അല്ല, ഡോക്ടർമാർക്ക് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന സ്ഥലത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും മാറിയിരുന്ന് കുറിച്ച് കൊടുത്തിട്ടെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് അറിയാം. സ്ഥാപനമൊന്നും ഇല്ലെങ്കിലും ജീവിച്ചു പോരും. അതുകൊണ്ടാണ് അവിടെ ഇത്രയും തിരക്ക് നമ്മൾ വന്നത്. പ്രൊഫഷണൽ എന്ന് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ മറ്റുള്ളവർ നമുക്ക് തൊഴിൽ തരാത്തവരായി സ്വയം തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരായി മാറുന്നതുകൊണ്ടാണ് അവിടെ ഇത്രയും തിരക്ക് വന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നിർണ്ണയിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെല്ലുന്നിടത്ത് നമ്മൾ അതിനകത്ത് വളരെ വ്യത്യാസമായിട്ട് അറിയാവുന്നതാണ്. കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒരു കട നടത്തുന്നിടത്ത് കുക്കിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞാലും ശരി, മറ്റുള്ളവർ മുഴുവൻ നിങ്ങളെ നോക്കേണ്ടി വരും. കുക്കില്ലാതെ ആ കട നടക്കത്തില്ല. നിർണ്ണയിക്കുന്ന പോയിൻ്റ് വരും. ഒരു തുണിയിൽ തയ്ക്കുന്ന കട, അവിടെ വെട്ടുന്ന ഒരാളുണ്ട്. അയാളില്ലെന്നുണ്ടെങ്കിൽ ഒരു തയ്യലും നടക്കത്തില്ല. അയാൾ നിർണ്ണയിക്കും. അത് ഈ പ്രൊഫഷണൽ ചായ്വ് വരുന്ന സ്ഥലത്താണ് അത്തരത്തിലുള്ള ജോലികൾ. അത് ജോലി തന്നെയാണ് അപ്പോഴും, പക്ഷേ അതിന് സ്വല്പം മുൻഗണന കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. കാരണം അവരില്ലാതെ അത് ഓടത്തില്ലെന്നറിയുന്നതാണ്. അത്രയും വേരിയേഷൻ അതിനകത്തുള്ളൂ. ഇതല്ല നമ്മൾ പറയുന്നത്. 25 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ അറിയണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 10ാം ക്ലാസ് തൊട്ടോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എന്നുള്ള പഴയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പറയുന്ന സ്ഥലത്തു നിന്നൊക്കെ പൊഴിഞ്ഞു പോയ ആൾക്കാർ പോയി തന്നെത്താൻ അധ്വാനിച്ചു തുടങ്ങും. അവരൊരു ചായക്കട ഇടും. ആ ചായക്കട ഇട്ടിട്ട് അവരതിനകത്ത് ചെയ്ത് വിറ്റ് നല്ല ഒരു ചായക്കട ആയി കഴിയുമ്പോൾ ഈ 25 വയസ്സുള്ള പഠിച്ച് പുറത്തിറങ്ങിയിട്ട് അവിടെ അക്കൗണ്ടൻ്റ് ആവും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.